നാട്ടിലെത്തിക്കുന്നതിന് അവർക്ക് തുണയായി നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ഇന്നലെ ഉണ്ടായ അനുഭവം വിവരിക്കുന്നത് ആദ്യം കേൾക്കാം. ഓഫീസർ പറയുന്നത് ഇവിടുന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ്, പോലീസ് പേപ്പർ, പിന്നെ എംബാമിംഗ് സെന്റർ പോയി എംബാമിംഗ് ചെയ്ത പേപ്പറും നാട്ടിൽ അയക്കാൻ. ഈ എംബാമിംഗ് ചെയ്ത പേപ്പർ ലാസ്റ്റ് ടൈമിലാണ് കിട്ടുക. അതിന് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞിട്ടേ ബോഡി കൊണ്ടുപോകുന്നു. അതാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ, കോഴിക്കോട് എയർപോർട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അയച്ചത്. പക്ഷേ കേന്ദ്രത്തിൽ നിന്നും കേരള സർക്കാർ ഒന്നല്ല ഇത് അയക്കുന്നത്. ഇതെന്ത് കാരണം കൊണ്ട് ഇയാൾ ഈ ദ്രോഹം പ്രവാസികൾ ചെയ്യുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. ഇന്നലെ ഒരു ബോഡി കാലിക്കറ്റിലേക്ക് ഉണ്ടായിരുന്നു, ഒന്ന് വാരാണസി ഉണ്ടായിരുന്നു, ഒരു ബോഡി ബംഗ്ലാദേശിലുള്ള ബോഡി. ഈ ഷാർജയിൽ ഈ ബോഡി ആയിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു 48 മണിക്കൂർ മുമ്പ് ബോഡി ഉണ്ടെന്നാലേ ബോഡി കയറ്റാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ അതെന്താ അങ്ങനെ ഒരു നിയമം എന്ന് വെച്ചാൽ അപ്പോൾ അവരൊരു ലെറ്റർ എടുത്ത് തന്നു. അവർ പറഞ്ഞു ഈ പേപ്പറുകളെല്ലാം റെഡിയാക്കി ഇവിടെ വന്നിട്ട് കോഴിക്കോടുള്ള എയർപോർട്ടിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഈ ലെറ്റർ അയച്ചത്. കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒന്നല്ല ഈ ലെറ്റർ വന്നത്. ഈ പേപ്പർ എടുത്ത് 48 മണിക്കൂർ കഴിഞ്ഞാലേ ബോഡി കൊണ്ടാൻ കഴിയുമോ? എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എൻ്റെ ഒരു ഉദ്ദേശം, ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഒരാൾ മരിക്കുക 2 ദിവസം മുമ്പ് കാറോ ബുക്ക് ചെയ്യണം, അതാണ് നിങ്ങളെ നിയമം എന്ന് വെച്ചാൽ. അവർ ഞങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദിയല്ല, എയർ ഇന്ത്യയിലെ ഉത്തരവാദി, കൗൺസിലേറ്റ് അല്ല, കേന്ദ്ര ഗവൺമെൻറ്റും അല്ല. ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്തൊരു കാര്യം കൊണ്ട് അത് ചെയ്തെന്ന് ആർക്കും. എന്നിട്ട് ഈ ബോഡി നല്ല ഇവരെ കയ്യും മലപ്പുറത്തെ ഒരാൾ മരിച്ചിട്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ അസീസ് എന്ന് പറഞ്ഞ ആൾ നാട്ടുകാർ മരിച്ചിട്ട് കയ്യും കാലം പിടിച്ചതിന് ശേഷമാണ് ആ ബോഡി ഇന്നലെ അവർ കൊണ്ടുപോയത്. പക്ഷേ അവർ ഇനി കൊണ്ടുവരാറുതെന്ന് പറഞ്ഞു. പ്രവാസികൾ എന്ത് തെറ്റാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടറോട് ചെയ്തതെന്ന് അറിയാൻ കഴിയില്ല. പിന്നെ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ട്. ഈ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് അന്വേഷിച്ചിട്ട് ഇതിനൊരു തീരുമാനം 24 മണിക്കൂറുള്ള തീരുമാനം കൊണ്ടുവരണോ, അല്ലെങ്കിൽ പ്രവാസികൾ എല്ലാ പ്രവാസികളും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കണോ. പ്രവാസികൾ മരിച്ചിട്ട് ഇത്രയും ബുദ്ധിമുട്ടും ലേബർമാരും ഇവിടെ ത്യാഗം ചെയ്ത് ബെയിൽ കൊണ്ട് അധ്വാനിച്ച് മരിച്ച ബോഡി 2 ദിവസം ഇവിടെ നിൽക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ നിന്ന് വന്ന് വളരെ വിഷമത്തോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏറ്റവും ഇതിന് മുൻപന്തി നിൽക്കേണ്ട മീഡിയക്കാരാണ്. എല്ലാ പ്രവാസികളും ഒന്നായി നിന്നാലേ ഇതിന് നടക്കൂ. നമ്മൾ പ്രവാസികൾക്ക് എപ്പോഴും എന്തൊരു ബുദ്ധിമുട്ടും പാഞ്ഞു വരുന്ന മന്ത്രിയാണ് വിദേശകാര്യമന്ത്രി. ആ മന്ത്രി അത് അയച്ചില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി അയച്ചില്ല, കേരള സർക്കാർ അല്ല അയച്ച്. എയർപോർട്ട് ഇയാൾക്ക് എന്താ അധികാരം? ഇയാൾക്ക് കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ലേ? ഇയാൾക്ക് മരിക്കണ്ടേ? മരിച്ച ബോഡി ഇയാൾക്ക് എന്താ കാര്യം ഇതിനെ കൊണ്ട് കിട്ടുന്നത്? ശ്രീ അഷ്റഫ് താമരശ്ശേരി ഇപ്പോൾ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചിരിക്കുകയാണ്. അഷ്റഫിന്റെ ലക്ഷ്യം ഈ എയർപോർട്ട് ഉദ്യോഗസ്ഥരെ ഇതിന്റെ ദുരന്ത വശം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമാണ്. ആ സാമൂഹ്യ പ്രവർത്തകന്റെ നിശ്ചയദാർഢ്യത്തെയും ആത്മാർത്ഥതയെയും ന്യൂസ് അവർ അഭിനന്ദിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ തന്നെ ഉണ്ടാകും.